സർ ജാൻമണി ദാസിനെതിരായിട്ടുള്ള കേസും അറസ്റ്റും ജാമ്യവും ഒക്കെ ഇപ്പൊ ചർച്ചയാകുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപം അഥവാ രാഷ്ട്രീയ വിമർശനത്തിനുള്ള അവകാശം, നിയമ നടപടി വേഴ്സസ് അഭിപ്രായ സ്വാതന്ത്ര്യം, ഇങ്ങനെ കുറെ വശങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. ഇതില് ഇതിന് പോസിറ്റീവ് സൈഡ് എന്താണ്, നെഗറ്റീവ് സൈഡ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ നിയമപരമായിട്ട് ഈ അറസ്റ്റ് കൃത്യമായിട്ടാണ് നടന്നത്? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അറസ്റ്റില് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് പല അറസ്റ്റുകളും ഈ അടുത്ത് നടന്നിട്ടുള്ളത്. ഈ വിഷയത്തില് അറസ്റ്റിന്റെ ഒരു നിയമവശങ്ങളും ജാമ്യത്തിലേക്ക് പോയ ഒരു സാഹചര്യം ഒക്കെ ഒന്ന് പറയാമോ സർ? ഈ വിഷയത്തില് ജാൻമണി ദാസിന്റെ എതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR ചെയ്തിരിക്കുന്ന സെക്ഷൻസും ഞാൻ മനസ്സിലാക്കുന്നത് BNS 192 എന്ന് പറയുന്നത് wantonly giving provocation with intention of causing riots ആണ്, knowing that is likely to cause riots എന്നുള്ളതാണ്. അത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. പിന്നീട് കൊടുത്തിരിക്കുന്നത് ഡിഫമേഷൻ ആണ്, 356 ആണ്. 356(2) ആണ് കൊടുത്തിരിക്കുന്നത്. അത് നോൺ കോഗ്നൈസബിൾ ആണ്, പോലീസിന് നേരിട്ട് കേസെടുക്കാൻ പറ്റുന്നതല്ല. അതേപോലെ ഉള്ള വേറൊരു ഡിഫൻസ് ആണ് 120O ഓഫ് KP ആക്ട്. 120O KP ആക്ടും നോൺ കോഗ്നൈസബിൾ ആണ്, പോലീസിന് നേരിട്ട് കേസെടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ 192 എന്ന് പറയുന്ന ഒരു കോഗ്നൈസബിൾ സെക്ഷൻ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് BNSS 174(4) അനുസരിച്ച് when one are cognizable, അതിനകത്ത് നോൺ കോഗ്നൈസബിളും കൂടെ ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതികമായി പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ ഒക്കത്തില്ല. എന്നിരുന്നാലും ഈ 192 ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്ന് ജാൻമണി ദാസ് എന്ന് പറയുന്ന വ്യക്തി അവന് പറയാൻ പാടില്ലാത്ത വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞു എന്നാണ്. അതെ അതെ തീർച്ചയായും. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് റൈറ്റിംഗ് കോസ് ചെയ്യാൻ വേണ്ടി അവർ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയില്ല. കാരണം ആർക്കെതിരെയായിരിക്കും അങ്ങനെ റൈറ്റിംഗ് വന്നാൽ? ജാൻമണി ദാസിന്റെ പരാമർശം നടത്തിയാൽ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലോ AS ഓഫീസിന്റെ പഠിക്കലോ എല്ലാന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നും ജനം ആക്രമിക്കൂലേ? ജനം ആക്രമിക്കേണ്ടത് ജാൻമണി ദാസിനെ ആയിരിക്കും. പ്രധാനമന്ത്രി വലിയൊരു സപ്പോർട്ട് ബേസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ബേസ് ഉള്ള പൊളിറ്റീഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ നടത്തിയ വ്യക്തിക്കെതിരെ ആയിരിക്കും ആക്രമണം നടക്കുക, റൈറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ജാൻമണി ദാസ് തന്നെ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരാമർശം നടത്തി എന്ന് പറയുന്നത് ഒരു കോടതിയിൽ നല്ല വക്കീല് വാദിച്ചാൽ നിൽക്കില്ല, ഈ കേസൊക്കെ തള്ളിപ്പോകും. രണ്ടാമത്, പോലീസിന്റെ ഒരു കൺക്ലൂഷൻ, he has made a statement that's likely to cause rioting. അങ്ങനെ ഒരു കൺക്ലൂഷൻ പോലീസ് എത്തിയ സ്ഥിതിക്ക് പോലീസ് ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. മാത്രവുമല്ല, ഈ പരാതിക്കാര് എന്ന് പറയുന്നത് മഹിളാ മോർച്ചയുടെ ആളുകൾക്ക് KP ആക്ട് 63B അനുസരിച്ചിട്ട് ഇൻ റൈറ്റിംഗ് നിങ്ങൾ നിയമം കയ്യിൽ എടുക്കരുത് എന്ന് ഒരു വാർണിംഗ് ലെറ്റർ കൊടുക്കണം. പോലീസ് ആക്ഷൻ ഇൻ ഡിസ്പ്യൂട്ട്സ് വിച്ച് മേ ലീഡ് ടു കോഗ്നൈസബിൾ ഒഫൻസസ്, പോലീസിന് they are empowered to give warning in writing to any individuals or all groups involved in the dispute against the doing of any unlawful act in continuation of the dispute എന്നുണ്ട്. അപ്പൊ ഈ പോലീസിന്റെ അപ്പോഴത്തേക്കും അവരുടെ കൺക്ലൂഷൻ ഇത് റൈറ്റിംഗ് കോസ് ചെയ്യാൻ 192 അട്രാക്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ they are legally bound to give such a warning letter to the complainants and also assess the security threat to this person and provide her protection if required. അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിങ്ങിന് ഇവർ ഉദ്ദേശിച്ചു എന്ന് പറയുന്നത് നിലനിൽക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഹോൾ കേസ് വിൽ കൊളാപ്സ്, കോടതിയിൽ ചെല്ലുന്നത്.
ബാക്കി രണ്ട് നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് ആണ്. അതിൽ 120 യോനിക്കൊന്നും സ്കോപ്പ് ഇല്ല. പിന്നെ ഡിഫമേറ്ററി ആണ്, ക്ലിയർലി ഡിഫമേറ്ററി ആണ്. പിന്നെ പ്രധാനമന്ത്രിയുടെ മാതാവ് മരിച്ചുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ മരണപ്പെട്ടു. അവർ ജീവിച്ചിരിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ 351(3) ക്രിമിനൽ ഇന്റിമിഡേഷൻ 7 വർഷം വരെ ശിക്ഷ കിട്ടുന്ന ഒഫൻസും കൂടെയാണ്. ഓ പിന്നെ ഇവിടെ റൈറ്റിംഗ് കോസ് ചെയ്യാനായിട്ട് ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന വ്യക്തി ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അവര് അബദ്ധവശാൽ പറഞ്ഞ കാര്യം കുഴപ്പത്തിൽ ചാടുമെന്ന് കണ്ടപ്പോൾ അവര് നിരുപാധികം മാപ്പ് പറഞ്ഞു. ഉം ഉം അപ്പൊ ഇങ്ങനത്തെ സാഹചര്യമാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഇതിനകത്ത് പ്രൊസീജിയർ കംപ്ലയൻസ് പോലീസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് 35(3) നോട്ടീസ് കൊടുത്താണ് ഈ അക്യൂസ്ഡിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. സുപ്രീം കോടതിയിലെ അർണേഷ് കുമാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് 35(3) നോട്ടീസ് 7 വർഷത്തിന് കുറവ് ശിക്ഷ ഉള്ള, 7 വർഷത്തിന് മുകളിൽ ശിക്ഷ ഇല്ലാത്ത എല്ലാ കേസിനും മാൻഡേറ്ററിയാണ്. അപ്പൊ 35(3) നോട്ടീസ് കൊടുത്തു. ഇതിനകത്ത് 192 ആണെന്നുണ്ടെങ്കിൽ ശിക്ഷ അധികമില്ല, 120ക്കും ശിക്ഷ അധികമില്ല. എല്ലാം 2 വർഷം 3 വർഷം ശിക്ഷകളാണുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന കേസ് KP ആക്ട് 120, അതേപോലെ തന്നെ ഈ റൈറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ശിക്ഷ അതിനാണ് 192. 192-ന് റൈറ്റിംഗ് നടക്കുകയാണെങ്കിൽ 1 വർഷവും ഫൈനും, റൈറ്റിംഗ് നടന്നില്ല എന്നുണ്ടെങ്കിൽ 6 മാസവും ഫൈനുമാണ്. 120 1 വർഷം എന്നേ ഉള്ളൂ. 356 ഡിഫമേഷൻ വരെയാണെങ്കിൽ ഡിഫമേഷന് 3 വർഷം വരെയൊക്കെ കിട്ടാം. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പോലീസ് കറക്റ്റ് ആയിട്ട് പ്രൊസീജിയർ കംപ്ലയൻസ് നടത്തി അവര് 35(3) നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി എന്നുള്ളത് മാത്രമല്ല, അർണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പോലീസ് വളരെ വ്യക്തമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ജാമ്യം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ പോലീസിന്റെ ആ നടപടിയൊക്കെ പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഈ സമീപകാലത്ത് പല കേസിലും പോലീസ് സുപ്രീം കോടതിയെ അവഹേളിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് നടപടികൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ശ്രീ TG മോഹൻദാസിന്റെ അറസ്റ്റ്. അവിടെ അറസ്റ്റ് മെമ്മോ പ്രിപ്പയർ ചെയ്തില്ല, അദ്ദേഹത്തിനെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയി, ക്രിമിനൽ ഹൗസ് ട്രസ്പാസ് നടത്തി, ക്രിമിനൽ ഇന്റിമിഡേഷൻ നടത്തി, അദ്ദേഹത്തിനെ അബ്ഡക്ട് ചെയ്തു. ഇതെല്ലാം ഒഫൻസസ് ആണ്. അദ്ദേഹത്തിന് റോങ്ഫുൾ റെസ്ട്രെയിന്റ്, റോങ്ഫുൾ കൺഫൈൻമെന്റിൽ വെച്ചു. അദ്ദേഹത്തിന് 35(3) നോട്ടീസ് കൊടുത്തില്ല. ഈ തെളിവൊക്കെ ശേഖരിക്കാനൊന്നും ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ ഡൗൺലോഡ് ചെയ്ത് ആദ്യം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ആ തെളിവുകളൊക്കെ അവിടെ നിൽക്കും. അതേസമയം അവിടെ പോലീസ് വലിയൊരു വീഴ്ച നടത്തി. ഇദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹം പ്രൈവറ്റ് ആക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പം അദ്ദേഹത്തിന്റെ പത്രിക എന്ന് പറഞ്ഞ ചാനലിൽ കിട്ടില്ല. പോലീസ് എവിഡൻസ് ടാമ്പർ ചെയ്തു എന്നും പറഞ്ഞ് കോടതി കൊടുത്തെങ്കിൽ ഇദ്ദേഹത്തിന് റിമാൻഡിൽ പോയത്. പോലീസ് അതേവരെ ഇദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നു. അൺലോഫുൾ കസ്റ്റഡിയിൽ വെച്ചു. അദ്ദേഹത്തിന്റെ റൈറ്റ്സ് മുഴുവൻ അദ്ദേഹത്തിന്റെ വക്കീലും അദ്ദേഹവും കൂടെ ക്രിമിനൽ കേസ് പോലീസിനെതിരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ കണ്ടംപ്റ്റ് കേസസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് വെട്ടിയാണ്. അപ്പൊ അവിടെ പോലീസ് ഇതെല്ലാം ലംഘിച്ചു. അതുപോലെ തന്നെ ഈ സമീപകാലത്ത് നടത്തിയിട്ടുള്ള അർജുനായങ്കിയുടെ കേസും മറ്റു പല കേസിലും ലംഘിച്ചു. പക്ഷെ ഇത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഈ കേസിൽ പോലീസ് നിയമങ്ങളെല്ലാം പാലിച്ചാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും സാർ. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ വരുമ്പോ സാർ പറഞ്ഞു പോലീസിന്റെ നിയമം കയ്യിലെടുക്കാനാണ് പരാതിക്കാർ ശ്രമിക്കുന്നതെന്ന്. ആ ഒരു ആസ്പെക്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു, അതൊന്ന് വിശദീകരിക്കുന്നു. അതായത് റയറ്റിംഗ് നടക്കുമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? 192 എന്ന് പറയുന്നത് വാൻറ്റൻലി കോസിംഗ് പ്രൊവക്കേഷൻ വിത്ത് ഇന്റന്റ് ടു കോസ് റൈറ്റിംഗ് എന്നാണ്. അതാണ് സെക്ഷൻ 192. അതിന്റെ പണിഷ്മെന്റ് ആണ് റൈറ്റിംഗ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 മാസവും ഫൈനും, റൈറ്റിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷവും ഫൈൻ. അപ്പോൾ ജാൻമണി അത് മാത്രമേ ഇതിനകത്ത് കോഗ്നൈസബിൾ ഉള്ളൂ. അതുണ്ടെങ്കിൽ FIR നിലനിൽക്കില്ല. ജാൻമണി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും റൈറ്റിംഗ് നടക്കുക? ജാൻമണിക്കെതിരെ തന്നെയായിരിക്കും വരിക.
അല്ലാതെ ഐശ്വര്യക്കെതിരെയോ എനിക്കെതിരെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയോ ഒന്നും അല്ലല്ലോ നടക്കുക. ഇല്ല സർ. അപ്പൊ ജാൻമണിക്കെതിരെ റൈറ്റിംഗ് നടത്താൻ വേണ്ടി എന്തെങ്കിലും അങ്ങനെ ചെയ്യുമോ? അവരുടെ ജീവിതം അവരുടെ അപകടത്തിലാക്കുമോ? അതൊരു ചോദ്യം. ഒരിക്കലും ഇല്ല. പിന്നെ പോലീസ് 192 ചാർജ് ചെയ്ത സ്ഥിതിക്ക് പോലീസിന്റെ അസസ്മെന്റിൽ റൈറ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അല്ലേ? അതെ. അപ്പൊ പോലീസിന്റെ അസസ്മെന്റിൽ റൈറ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആരാണ് ഈ റൈറ്റിംഗ് നടത്താൻ സാധ്യതയുള്ളത്? ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ട വ്യക്തികളും അവരുടെ സംഘടനകളും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവര് നിയമം കയ്യിലെടുക്കുന്നു എന്നുള്ളതല്ലേ? റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി. അതെ അതെ. അപ്പോൾ പോലീസ് they have to invoke the powers under section 63D of the KP Act, Kerala Police Act. എന്നിട്ട് they have to give a warning letter to the complainant and her organization, warning them not to take the law into their hands. അത് പോലീസ് ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. 192 എന്ന് പറയുന്ന ഒരു ഒഫൻസ് അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിനെതിരെ അല്ല റൈറ്റിംഗ് നടത്താനായിട്ട് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുകയാണ് സർക്കാരിനെതിരെ നമ്മള് എവിടെ വെച്ചാണെങ്കിലും മന്ത്രിമാരെ സർക്കാർ ഉദ്യോഗസ്ഥരെ തടയണം, കല്ലെറിയണം എന്നൊക്കെ ഒരാൾ പറഞ്ഞ ആഹ്വാനങ്ങൾ നടത്തിയാൽ അത് 192 അട്രാക്ട് ചെയ്യും. അത് സർക്കാരിനെതിരെ വയലൻസ് ഇൻസൈറ്റ് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കെതിരെ മുസൽമാനെതിരെ എന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്താവനകൾ നടത്തുന്നതാണെങ്കിൽ അതൊക്കെ 192 അട്രാക്ട് ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മാതാവിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പരാമർശം നടത്തി, അത് അംഗീകരിക്കുന്നു. പക്ഷെ നടത്തിയ വ്യക്തി, ശുദ്ധ വിവരക്കേട് കാണിച്ച വ്യക്തി, അവർക്കെതിരെ മാത്രമല്ലേ റൈറ്റിംഗ് വരുവുള്ളൂ, അവർക്കെതിരെ മാത്രമല്ലേ അറ്റാക്ക് വരുവുള്ളൂ. അപ്പോൾ പോലീസിന്റെ അസസ്മെന്റിൽ അവർക്കെതിരെ അങ്ങനെ അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസിന്റെ അസസ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനും കൊടുക്കണം. ഈ അറ്റാക്ക് നടത്താൻ സാധ്യതയുള്ള ആളുകൾക്ക് 60D അനുസരിച്ചിട്ടുള്ള വാർണിംഗ് ലെറ്ററും കൊടുക്കണം. എന്തായാലും നല്ല വക്കീൽ വാദിച്ചാൽ 192 കോടതി വാദിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. ഷീ ഹാസ് ഓൾറെഡി അപ്പോളജൈസ്. അവര് ഒരു അർത്ഥം കാണിച്ചു, അപ്പോളജൈസ് ചെയ്തു. ഇത് റൈറ്റിംഗ് നടക്കാൻ പോസിബിലിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. ഈ മഹിളാ മോർച്ചക്കാര് ചെന്ന് ഒരു ട്രാൻസ്ജെൻഡർ ലേഡിയെ ആക്രമിക്കുമെന്നൊന്നും നമ്മള് പ്രതീക്ഷിക്കേണ്ട. അങ്ങനത്തെ ക്രിമിനൽ ടെൻഡൻസിയുള്ള ആളുകളൊന്നുമല്ല മഹിളാ മോർച്ചക്കാര്. അവര് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വനിതാ വിഭാഗമാണ്. അതുകൊണ്ട് അവര് കുറെ ഉത്തരവാദിത്വവും റെസ്ട്രെയിന്റും ഒക്കെ അവർ ആ കാര്യത്തിൽ പാലിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ 192 അട്രാക്ഷൻ ആകില്ല. പക്ഷെ ഇവിടെ 192 ചാർത്തിയിരിക്കുകയാണ്. FIR-ൽ 192 ചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 192 ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ അസസ്മെന്റിൽ റൈറ്റിംഗ് വരും. പോലീസുകാർക്ക് നമ്മളെക്കാട്ട് കൂടുതൽ ഈ കാര്യങ്ങളിൽ അവർക്ക് ഇന്റലിജൻസ് വിഭാഗവും മറ്റ് സംവിധാനം ഉള്ളത് കൊണ്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും പോലീസ് ചിലപ്പോൾ 192 വിട്ടിട്ടുള്ളത്. 192 വിട്ടിട്ടുണ്ടെങ്കിൽ ജാൻമണിക്ക് പ്രൊട്ടക്ഷന് കൊടുക്കണം. ഈ 63B അനുസരിച്ചിട്ട് മഹിളാ മോർച്ചക്കാർക്ക് വാർണിംഗ് ലെറ്ററും പോലീസ് ഇഷ്യൂ ചെയ്യാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. ഓക്കെ സാർ, മനസ്സിലാവുന്നു. ഇപ്പൊ സാറ് പറഞ്ഞു മഹിളാ മോർച്ചക്കാർ ഇത്തരത്തിൽ ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ജാൻമണിക്ക് ജാമ്യം കിട്ടിയതിന് പിന്നാലെ തന്നെ പരാതിക്കാരി രംഗത്ത് വന്നിട്ടുണ്ട്, ഇതുകൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഞാൻ കണ്ടില്ല. പരാതിക്കാരി ഇതുകൊണ്ട് അവസാനിക്കില്ല എന്ന് പറയുന്നത് ജാൻമണിയെ അവര് കായികമായിട്ട് ആക്രമിക്കുമെന്നാകണമെന്നില്ലല്ലോ. അവര് നിയമപരമായിട്ട് ഈ വിഷയം വീണ്ടും അവര് ഫോർവേഡ് ചെയ്യുന്നുണ്ടല്ലോ. നിയമപരമായി അവർ ചെയ്യുന്നതിന് എന്താണ് തെറ്റ്? അവർക്ക് ഒരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ടാണല്ലോ അവരതിന് പരിഹാരം കാണുന്നത്. അതിനകത്ത്
തെറ്റും ഞാൻ കാണുന്നില്ല. ഞാൻ ആ വീഡിയോ കണ്ടില്ല, പരാതിക്കാരി വന്ന് പറഞ്ഞതൊന്നും കണ്ടില്ല. ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് നാട്ടിലെ ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആർക്കെങ്കിലും എതിരെ കേസ് ചാർത്തിയാൽ ഉടനെ അവരെ റിമാൻഡ് ചെയ്യണം എന്നാണ്. അതാണ് ജനം എക്സ്പെക്ട് ചെയ്യുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സാർ, ഇത്തരത്തിൽ വീണ്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലീഗലി ഇതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ പോലീസിന്റെ എല്ലാ രീതിയും കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ലീഗലി ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവർക്ക് മഹിളാ മോർച്ച വീണ്ടും ഈ പരാതിയായിട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? നിയമപരമായിട്ട് എനിക്ക് അവർക്ക് ഇനി കൂടുതൽ ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലിനെ വെച്ചിട്ട് കേസ്, കാരണം വ്യക്തമായിട്ട് ഇവര് പറഞ്ഞത് നമ്മളുടെ ഇതിലുണ്ടല്ലോ, ഇവര് ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് വലിയ ഇട്ടിട്ടുള്ളത് ഇല്ലേ? അതെ അതെ. അപ്പൊ അത് ആ കാര്യവും, അല്ലെങ്കിൽ അവർ ഓൺലൈനിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവരുടെ കയ്യിൽ എവിഡൻസ് കാണുമല്ലോ. അത് വെച്ചിട്ട് അവർക്കത് ഫോളോ ചെയ്യാം. അവർക്ക് കുറെ കൂടെ വികാസ് ആയിട്ട് ഈ കേസ് പേഴ്സൺ ചെയ്യും. അതിനപ്പുറം നിയമപരമായിട്ട് ഇതിനകത്ത് ഒരു സ്കോപ്പും ഇല്ല. ഓക്കെ സാർ, ഒരു സ്കോപ്പും ഇതിനകത്തില്ല. മറ്റവർക്ക് നല്ല വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ അവര് കാര്യങ്ങളൊക്കെ പറയും. 192 എന്തുകൊണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ വായിക്കുന്നൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പം ആക്രമിച്ച മഹിളാ കോൺഗ്രസ്സുകാർക്കെതിരെ ഒരുപാട് വലിയ സീരിയസ് ആയിട്ടുള്ള അപ്പം ഞങ്ങൾക്കെതിരെ കോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. അബദ്ധം മനസ്സിലായ ഉടൻ തന്നെ അപ്പോളജൈസും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ 192 നിൽക്കില്ല എന്ന് മാത്രമല്ല, ഇത് രണ്ടും നോൺ കോഗ്നൈസിബിൾ ഒഫൻസസ് ആണ്. അതുകൊണ്ട് അവർ ഡിഫമേഷൻ കേസ് ശ്രീ രാഹുൽ ഗാന്ധി സവർക്കറെതിരെ പരാമർശങ്ങൾ നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ സവർക്കറിന്റെ ഗ്രാൻഡ് നേവ്യൂ, അദ്ദേഹം മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോപാൽ ഗോഡ്സെ, നാഥുറാം ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയുടെ ഗ്രാൻഡ് നേവ്യൂ, ഗോപാൽ ഗോഡ്സെ അല്ല, സോറി, ഗോപാൽ ഗോഡ്സെയുടെ ഗ്രാൻഡ് സൺ ആണ് നാഥുറാം ഗോഡ്സെ. വീർ സവർക്കറിന്റെ ഗ്രാൻഡ് നേവ്യൂ ആണ്. ഒന്ന് പാറ്റേണൽ സൈഡ്, മറ്റേത് മെറ്റേണൽ സൈഡ്. അദ്ദേഹം കേസ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോടതിയിൽ ഡിഫമേഷൻ കേസ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെ പറഞ്ഞതിന് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് കുറെ പ്രയാസങ്ങൾ നേരിടുന്ന ഭാഗമായിട്ട്. കാരണം ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്നുള്ളതിനകത്ത് രണ്ടഭിപ്രായമില്ല. അവരിപ്പോൾ പറയുന്നത് ഞാൻ ആസാമിയാണ്, എനിക്ക് മലയാളം ശരിക്കാറില്ല. ഇപ്പോ ഇതാണ് എക്സ്പ്ലനേഷൻ. പറയാൻ പാടില്ലാത്ത കാര്യം ഒരു സ്ത്രീയെക്കുറിച്ചും ആരും പറയാൻ പാടില്ല. നമ്മൾ പൊതു ഇടങ്ങളിലെങ്കിലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലും പാലിക്കേണ്ടതാണ്. പൊതു ഇടങ്ങളിലെങ്കിലും മാന്യമായും സഭ്യമായും നമുക്ക് ആരെ വിമർശിക്കും. അതിനൊക്കെ ഒരു ഫെയർനെസ് വേണം. അല്ലാതെ അതിന് കടന്ന് ചെയ്തു കഴിഞ്ഞാൽ കേസുകൾ വരും. കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഭവിഷ്യത്തുകൾ ചിലപ്പോൾ മഹിളാ കോൺഗ്രസ്സുകാർ ക്രിമിനൽ ഡിഫമേഷൻ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കേസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അതായിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചത്. അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അവരുമായിട്ടൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് അറിയാൻ സാധിക്കുകയില്ല. പക്ഷെ നിയമം കയ്യിലെടുക്കാനായിട്ട് ഉദ്ദേശിച്ചതായിട്ട് അവർ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു മണ്ടത്തരം അവർ പരസ്യമായിട്ട് പറയുമെന്നും എനിക്ക് തോന്നുന്നു. ഇല്ല, നിയമപരമായിട്ടുള്ളതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൊണ്ടൊരു മാപ്പ് പറച്ചിൽ കൊണ്ട് മാത്രം തീരുന്നതല്ല ഈ വിഷയം എന്നുള്ളതാണ് അവർ പറയുന്നത്. അവര് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് പറഞ്ഞതിന് തീർച്ചയായിട്ടും അവർക്ക് കോടതിയിൽ കേസ് കൊടുക്കാനും അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻ ഒക്കെ നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. ഒന്ന് രണ്ട് പേർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ ശിക്ഷകളൊക്കെ കൊടുത്താൽ ഈ രാജ്യത്ത് മറ്റുള്ളവർ അത്തരം പരാമർശങ്ങൾ നടത്താതിരിക്കും. പക്ഷെ ജാൻമണിയുടെ കേസിൽ അവർ ഈ കേസൊക്കെ വരുന്നതിന് മുമ്പ് മാപ്പപേക്ഷിച്ചതാണ്. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവർ മാപ്പപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ പോകണ്ട എന്ന്
നിർദ്ദേശങ്ങൾ മഹിളാ മോർച്ചക്കാർക്ക് കൊടുക്കും. തീർച്ചയായും സാർ, താങ്ക് യു. അതിനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. താങ്ക് യു. തീർച്ചയായിട്ടും സാർ, മനസ്സിലായി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.